മലപ്പുറം ജില്ലയിലെ പ്രധാന നഗരങ്ങളിലൊന്നാണ് പെരിന്തൽമണ്ണ. ഒരു കാലത്ത് കേരളത്തിലെ നാട്ടുരാജ്യമായിരുന്ന പെരിന്തൽമണ്ണ വള്ളുവനാടിന്റെ തലസ്ഥാനമെന്നറിയപ്പെട്ടു. രാഷ്ട്രീയ, കലാ, സാംസ്കാരിക മേഖലകളിൽ ഒട്ടേറെ മഹാന്മാരെ സംഭാവന ചെയ്ത ഒരു ചരിത്ര ഭൂമിക കൂടിയാണ് ഈ ദേശം. അനന്തമായ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും പ്രയോജനപ്പെടുത്താൻ കഴിയാതെ നിശ്ചലമായിരുന്നു ഈ മണ്ഡലം. സ്വാതന്ത്ര്യാനന്തര കേരളത്തിലെ പ്രഥമ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടിന്റെ പെരുമയുള്ള മണ്ണാണെങ്കിലും നേട്ടങ്ങളുടെ കാര്യത്തിൽ മുഖ്യമാവുവാൻ സാധിച്ചിരുന്നില്ല. 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റപ്പോൾ പെരിന്തൽമണ്ണയുടെ പ്രതിനിധിയായി നിയമസഭയിലെത്തിയ അലി മണ്ഡലത്തിന്റെ തലവര മാറ്റിവരച്ചു. വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ഒരു വർഷത്തിനു ശേഷം നഗരകാര്യ ന്യൂനപക്ഷ വികസന വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റതോടെ പദ്ധതികൾക്ക് വേഗമായി. ദീർഘവീക്ഷണവും വികസന താൽപര്യവും മുഖ്യ അജണ്ടയാക്കിയ മഞ്ഞളാംകുഴി അലി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ അടിസ്ഥാനവും ദീർഘദൂരവുമായ വികസനങ്ങൾ സാധാരണ ജനങ്ങളുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പെരിന്തൽമണ്ണയിലെ ജനങ്ങൾ ഈ ജനപ്രതിനിധിയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നു. 5 വർഷം മുമ്പേ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി വന്ന ആ സമയത്ത് അവിടെയുള്ള മിക്ക ആൾക്കാർക്കും ഞാനൊരു പുതുമുഖമായിരുന്നു. എനിക്കും വളരെ ചുരുക്കം പേരെ മാത്രമേ എനിക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ആശുപത്രികളുടെ നഗരമെന്നറിയപ്പെടുന്ന പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 700 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടപ്പാക്കി അദ്ദേഹം വികസനത്തിന്റെ വിജയശില്പിയായി മാറി. ജനഹൃദയങ്ങളിൽ പ്രിയപ്പെട്ട അലിക്കയായും. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു വിജയിയാണ് മഞ്ഞളാംകുഴി അലി. കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കുന്ന വ്യക്തിത്വം. പ്രവാസത്തിന്റെ മണൽപ്പരപ്പിൽ അനേകം പേർക്ക് ജീവിതം നൽകിയ സംരംഭകൻ. കലാകാരൻ എന്ന നിലയിൽ സിനിമാ രംഗത്ത് തിളക്കമാർന്ന വിജയം കൈവരിച്ച നിർമ്മാതാവ്. നന്മയുടെ ആഹൃദയത്തിൽ രാഷ്ട്രീയത്തിന്റെ ആരവം ചേക്കേറിയപ്പോൾ അവിടെയും അദ്ദേഹം ഒന്നാം നിരക്കാരനായി. ആ വിജയത്തിന്റെ നേട്ടങ്ങൾ MLA എന്ന നിലയിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിലും മന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തിനുമുണ്ടായി. 32 നഗരസഭകളുടെ മാസ്റ്റർ പ്ലാൻ ഏകദേശം തീർന്നു കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ അബൌട്ട് ടു ഫിനിഷ്. നഗരകാര്യമന്ത്രി എന്ന നിലയിൽ ഇദ്ദേഹം കൊണ്ടുവന്ന 9 പദ്ധതികൾ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ചു. ഇതിൽ പലതും കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാനങ്ങളും മാതൃകയാക്കി. ഞാൻ ശ്രീ മഞ്ഞളാംകുഴി അലിയെ മന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കും. അദ്ദേഹത്തിന്റെ ഒരു ഇനീഷ്യേറ്റീവ്, അദ്ദേഹം തന്നെ ഒരു എന്റർപ്രണറാ അല്ലേ? അപ്പം ഇപ്പോഴും ഇതിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നടന്നിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ പ്രായോഗിക പരിജ്ഞാനമാണ്. അത് ഇത്രയും വേഗത്തിൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നതിന് അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ടീമിനെയും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നഗരഗ്രാമാസൂത്രണ നിയമം പൊളിച്ചെഴുതിയത് ചരിത്രമാണ്. ആസൂത്രണത്തിന് ജനകീയ അടിത്തറ ഉറപ്പാക്കുന്ന പുതിയ നഗരഗ്രാമാസൂത്രണ നിയമം കേരളത്തിൽ നടപ്പാക്കി. ഫ്ളാറ്റ് നിർമ്മാണ മേഖലയിലെ ചൂഷണങ്ങൾ തടയുന്നതിനായി കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് നിയമം കൊണ്ടുവന്നു. ഇത് രാജ്യത്തിന് ആകെ മാതൃകയായി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസന പദ്ധതികൾ നടപ്പാക്കുന്ന ആശയം തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കിയത് മഞ്ഞളാംകുഴി അലിയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ പുരോഗതി കൈവരിക്കാൻ പെരിന്തൽമണ്ണയ്ക്കായി. അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസിന് ആവശ്യമായ ഭൂമിയും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ അലി കൂടുതൽ ശ്രദ്ധിച്ചു. 105 കോടിയിൽ പരം രൂപയുടെ പ്രവർത്തനങ്ങളാണ് ക്യാമ്പസിന്റെ വികസനത്തിനായി ചെലവഴിച്ചത്. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിൽ വിവിധ കോഴ്സുകളിൽ പഠിച്ചുവരുന്നു. പെരിന്തൽമണ്ണയുടെ പുരോഗതിയുടെ നാഴികക്കല്ലാണ് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ്. പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ നാഴികക്കല്ലായ പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് അവഗണനയുടെയും അപര്യാപ്തതയുടെയും നിലയിൽ നിന്ന് NAAC അക്രഡിറ്റേഷൻ പദവിയിലെത്തിക്കാൻ
മഞ്ഞളാംകുഴി അലി നടത്തിയ ശ്രമങ്ങൾ വളരെ വലുതാണ്. 13 കോടിയോളം രൂപ ചെലവിൽ വിവിധ കെട്ടിടങ്ങൾ, നാക് അക്രഡിറ്റേഷനുള്ള ഭൗതിക സൗകര്യങ്ങൾക്കായി 2.40 കോടി രൂപ പ്രത്യേകമായി അനുവദിച്ചു. നമ്മുടെ ഗവൺമെൻറ് കോളേജ് കുറേ വർഷങ്ങളായിട്ട് ആരംഭിച്ച 10-40ഓളം വർഷങ്ങളായിട്ട് ആരംഭിച്ച ആ കോളേജിൽ ഇതുവരെയും വലിയ നമുക്ക് കൂടുതൽ കോഴ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ PG ഉണ്ടായിരുന്നില്ല. അതിനൊരു മാറ്റം വരുത്തി പുതിയ കോഴ്സുകൾ കൊണ്ടുവന്നു, PG കൊണ്ടുവന്നു. അവിടെ മനോഹരമായിട്ടുള്ള 6 കെട്ടിടങ്ങളാണ് ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വിശാലമായ സയൻസ് ബ്ലോക്ക്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് കെട്ടിടം, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സ്, ഗേൾസ് ഹോസ്റ്റൽ, അമ്യൂണിറ്റി സെന്റർ തുടങ്ങി കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടങ്ങൾ 25 ഏക്കറോളം വരുന്ന കോളേജ് ക്യാമ്പസിൽ സജ്ജമാക്കി. വിവിധ സെന്ററുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് കുറച്ച് സമയം നിങ്ങളോടുകൂടെ ചെലവഴിക്കാൻ കഴിയുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട്. പുതുതായി PG കോഴ്സുകളും ഡിഗ്രി കോഴ്സുകളും അനുവദിച്ചു. സംസ്ഥാനത്ത് ഈ വർഷം നാക് അക്രഡിറ്റേഷൻ ലഭിച്ച 4 കോളേജുകളിൽ ഒന്നാണ് പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജ് എന്നത് അഭിമാനത്തിന്റെ ക്യാമ്പസ് ചിത്രമാണ്. എവിടെയൊക്കെ ഗവൺമെൻറ് സ്കൂളുകളുണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം ആവശ്യമുള്ള ഫണ്ടുകൾ മുഴുവനും അനുവദിച്ചുകൊണ്ട് എല്ലാ സ്കൂളുകളും ഇന്ന് സൗകര്യങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വികസനമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. കാരണം അവിടെയൊക്കെ പഠിക്കുന്ന ഈ സാധാരണക്കാരായ ആൾക്കാരുടെ മക്കളാണ്. അവർക്കൊന്നും വലിയ വലിയ സ്കൂളുകൾ പോകാൻ സാമ്പത്തികമായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. പണമില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ വിദ്യാഭ്യാസം മോശമാകരുത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ സംഖ്യ നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിച്ചത്. അവികസിതമായ താഴേക്കോട് പ്രദേശത്ത് വനിതാ ITI സ്ഥാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് അലി തുടക്കം കുറിച്ചു. മണ്ഡലത്തിലെ 13 സർക്കാർ സ്കൂളുകൾക്ക് കെട്ടിടം നിർമ്മിച്ചു നൽകുകയും കാപ്പ് സ്കൂളിനെ ഹൈസ്കൂളാക്കി മാറ്റുകയും ചെയ്തു. പെരിന്തൽമണ്ണ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 2 കോടി രൂപ ചെലവിൽ കെട്ടിടം പണിത് നൽകി. പെരിന്തൽമണ്ണ ഗേൾസ് സ്കൂൾ, കുന്നക്കാവ് ഹയർ സെക്കൻഡറി, പുലാമന്തോൾ ഹയർ സെക്കൻഡറി, ആലിപ്പറമ്പ്, വെട്ടത്തൂർ, കാപ്പ്, ആനമങ്ങാട് എന്നീ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും കെട്ടിടങ്ങൾ അനുവദിച്ച് അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചു. പുതിയ മാതൃകാ അംഗനവാടികൾ സ്ഥാപിക്കുവാനും നടപടിയായി. മന്ത്രി മഞ്ഞളാംകുഴി അലിയാക്ക അന്നതിൻ്റെ ശേഷമാണ് ഇങ്ങനെ നമ്മുടെ നാട്ടുകാരും കൂടി മുടങ്ങിയ ബാലവാടിയാണിത്. അതൊക്കെ ശരിയാക്കി നല്ല സൗകര്യങ്ങളും ഇതൊക്കെ ഈ കുട്ടികളുണ്ട്. അന്ന് ആദ്യം എത്ര കുട്ടികളില്ലേ മേലെ കയറുന്നേ, ഇതില്ലാത്തതുകൊണ്ട് ബാലവാടി ഇല്ലാത്തതുകൊണ്ട് വലിയ വിഷമാർന്നു. അതിലൊക്കെ അവർ കഷ്ടപ്പെട്ടതാ. അലിയുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി മണ്ഡലത്തിലെ ശോചനീയാവസ്ഥയിലായിരുന്ന നിരവധി റോഡുകൾ ഗതാഗത യോഗ്യമാക്കി. 2011 മുൻപ് റോഡുകളുടെ നില അതീവ പരിതാപകരമായിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുവാൻ പ്രത്യേക ശ്രദ്ധ കൊടുത്തു. മണ്ഡലത്തിലെ പ്രധാന റോഡുകളെല്ലാം തന്നെ റബ്ബറൈസിംഗ് ചെയ്ത് മെച്ചപ്പെട്ട ഗതാഗത സൗകര്യം ഏർപ്പെടുത്തി. 348 റോഡുകളിൽ 94 കോടി രൂപയുടെ പ്രവൃത്തികൾ ചെയ്യാൻ കഴിഞ്ഞത് തന്നെയാണ് ഈ ജനപ്രതിനിധിയുടെ പ്രധാന നേട്ടം. പെരന്തൽമണ്ണ ചോലക്കളം കുമ്പമ്പാറ റോഡ്, അതേമാതിരി തെക്കേപ്പുറം വില്ലേജ് പള്ളിക്കുന്ന് റോഡ്, പൂവത്താണി കാളികടവ് റോഡ്, ഈ വക റോഡുകൾക്കെല്ലാം വളരെയധികം ഫണ്ട് വകയിരുത്തുകയുണ്ടായി. കൂടാതെ ഈ പ്രദേശത്തെ ചെറുതും വലുതുമായ 25ഓളം ഇടവഴികൾക്ക് അത് ഗതാഗത യോഗ്യതമാക്കുന്നതിനും വളരെയധികം പരിശ്രമം അലി സാഹിബിന്റെ ഭാഗത്തുനിന്നുണ്ടായി. തൂത വെട്ടത്തൂർ റോഡ്, പുലാമന്തോൾ പെരിന്തൽമണ്ണ പട്ടിക്കാട് റോഡ്, മാനത്തുമംഗലം പൊന്നിയാകുറിശി റോഡ്, അമ്മിനിക്കാട് കൊടികുത്തിമല എന്നീ റോഡുകൾക്ക് കോടിക്കണക്കിന് രൂപ അനുവദിച്ചുകൊണ്ട് മണ്ഡലത്തിലെ ഗതാഗത പ്രശ്നത്തിന് പൂർണ്ണമായും പരിഹാരമുണ്ടാക്കി. ജില്ലയിലെ ഏറ്റവും വലിയ 4-വരിപ്പാത പെരിന്തൽമണ്ണയിലാണ്. ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണയ്ക്കും ക്ഷേത്ര നഗരിയായ അങ്ങാടിപ്പുറത്തിനുമിടയിൽ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം 25 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച് ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കി. ഈ മേൽപ്പാലത്തിന്റെ പ്രധാന ആശയം ഉടലെടുത്തത് മഞ്ഞളാംകുഴി അലിയിൽ നിന്നായിരുന്നു. ഇതിനായി 40ഓളം സ്ഥലം ഉടമകളിൽ 20 പേർക്ക് നഷ്ടപരിഹാര തുക നൽകുകയും ബാക്കിയുള്ളവർക്ക് തുക കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിച്ചത്. ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും സംസ്ഥാനത്തെ മികച്ച നഗരങ്ങളിലൊന്നായി പെരിന്തൽമണ്ണയെ മാറ്റുകയും ചെയ്തു.
ചെമ്മാണിയോട് പ്രദേശത്തുകാരുടെ സ്വപ്നമായിരുന്നു മേലാറ്റൂർ ചെമ്മാണിയോട് പാലം. വെള്ളിയാർ പുഴയ്ക്ക് കുറുകെ 6 കോടി രൂപ ചെലവിൽ മനോഹരമായ ഈ പാലം നിർമ്മിച്ചു. ജനാഭിലാഷത്തിന്റെ സാഫല്യ നിമിഷമായ ഉദ്ഘാടനവേള മേലാറ്റൂരിൽ പുതിയ ചരിത്രമെഴുതി. ഞാനിവിടെ വന്ന് ആകെ ഒരു സ്ഥലജല ഭ്രമത്തിലാണ്. കാരണം ഞാനൊരു പാലത്തിൻ്റെ ഉദ്ഘാടനമെന്ന് പറഞ്ഞപ്പം ഈ പന്തലിലൊക്കെ ഇരിക്കാവുന്നത്ര ആളുകളൊക്കെ കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് പോലുള്ള ഇതാണ് ഈ ഗവൺമെന്റിന്റെ ശക്തി. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുക. 400 ദിവസം കൊണ്ട് 100 പാലം. പണ്ടൊക്കെ 4 കൊല്ലം കൊണ്ടൊരു പാലായിരുന്നു. ആദ്യമൊക്കെ 4 കിലോമീറ്റർ നടന്നിട്ട് വേണം എനിക്ക് സ്കൂളിൽ എത്താണ്ടായിരുന്നത്. അത് ദുർഘടമായ മാർഗം തന്നെയായിരുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ ഈ പാലം വരുന്നത് കൊണ്ട് നല്ലൊരു ഗുണം തന്നെയാണ് ഈ നാടിന് സംഭവിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ അലിക്കാക്ക ഇനിയും വിജയിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. തൂതപ്പുഴയ്ക്ക് കുറുകെ 6.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മണ്ണാത്തിക്കടവ് പാലം ജൂൺ മാസത്തോടെ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. ഈ നിയോജക മണ്ഡലത്തിന്റെ റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും റോഡുകളെല്ലാം BMBC ആക്കുന്ന ഒരു പദ്ധതിക്ക് ശ്രീ മഞ്ഞളാംകുഴി അലി അതിന് രൂപം നൽകിയിട്ടുണ്ട്. ആലിപ്പറമ്പ് കാമ്പ്രം മേഖലകളിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് ചെർപ്പുളശ്ശേരി, ഒറ്റപ്പാലം, പാലക്കാട് ഭാഗങ്ങളിലേക്ക് 15 കിലോമീറ്ററിലധികം ദൂരം ലാഭിക്കുവാൻ കഴിയുന്നു. ഈ പ്രദേശത്തുകാരുടെ മോഹസാഫല്യത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം പൂവണിഞ്ഞതിൻ്റെ സന്തോഷം മഞ്ഞളാംകുഴി അലി സാഹിബിനും കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനും ഉണ്ടായിരിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ആലിപ്പറമ്പ് നിവാസികളുടെ ചിരകാല സ്വപ്നമായ കാളിക്കടവ് പാലത്തിന്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കുകയും ഇപ്പോൾ നിലവിലുള്ള തോണിക്കടവിൽ പുതിയ പാലത്തിന്റെ പണി തുടങ്ങുന്നതിനായി പ്രത്യേക ഇടപെടൽ നടത്തുകയും ചെയ്തു. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ 3 പാലങ്ങൾ അദ്ദേഹം അനുവദിച്ചിട്ടുണ്ട്. അതിലത്തെ വളരെ പ്രധാനമായിട്ടുള്ള കാളിക്കടവ് പാലം വളരെ ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്ന കാളിക്കടവ് പാലം വരെ 8 കോടി രൂപ അനുവദിച്ച് ഗവൺമെൻറ് അനുമതി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ദേശത്തിന്റെ സ്വപ്ന പദ്ധതിയായ കിഴക്കേ മണലായ ചെമ്പ്രം പള്ളിയാൽ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി. കണ്ടഞ്ചിറ ചെമ്പ്രം പള്ളിയാൽ പാലം പ്രവൃത്തി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മഞ്ഞളാംകുഴി അലി സാഹിബ് ഇവിടെ മണലായി വന്നു. ക്ഷേത്രത്തിന് മുമ്പിൽ വെച്ചിട്ടായിരുന്നു ആ പരിപാടി. വളരെയധികം ആൾക്കാർ അതിന് പങ്കെടുത്തു. ഈ അമ്പലത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. കാരണം ആ വഴി അത് കൂടെ പാലം വരികയാണെങ്കിൽ അമ്പലത്തിലേക്ക് ആൾക്കാർക്ക് വരാനും എല്ലാ സൗകര്യങ്ങളും കൂടി വരികയുള്ളൂ. കാരണം ഇപ്പോൾ തോട്ടിൽ വെള്ളം വന്നാൽ അവർക്ക് വരാൻ വഴിയില്ല. അപ്പോൾ ആൾക്കാർ അമ്പലത്തിലേക്ക് വരാൻ മടിക്കും. ഇപ്പോൾ ഈ പാലം വന്നു കഴിഞ്ഞാൽ അതിൽ എത്ര സൗകര്യം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സാമർഥ്യമോ അദ്ദേഹത്തിൻ്റെ കഴിവും തന്നെയാണ്. കാരണം 20 കൊല്ലമായി പഞ്ചായത്തേക്ക് സ്ഥലം വിട്ടുകൊടുത്തിട്ട്. ഈ 20 കൊല്ലം ഇവിടെ ഈ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ MLAയും മന്ത്രിമാരും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ശരിക്കും തോന്നിയിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് ആ മഞ്ഞളാംകുഴി അലി സാഹിബിൻ്റെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. ചെമ്മാണിയോട് പാലത്തും കൊണ്ട് തുടങ്ങിയ പാലങ്ങളുടെയും നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുലാമന്തോൾ പഞ്ചായത്തിലെ പാലോളിക്കുണ്ട് പാലത്തിന് ഏകദേശം 15 കോടിയോളം രൂപ അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആരോഗ്യരംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനായി. ഈ നാടിന്റെ ഒരു വലിയ വിജയമാണ്. ഇതിന്റെ വിജയ ശില്പി എന്ന് പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക വാർഡ്, ആധുനിക മോർച്ചറി സംവിധാനം എന്നിവ സ്ഥാപിച്ചതും പാവപ്പെട്ട രോഗികൾക്ക് ഏറെ ആശ്വാസം പകരാനായി.
ആകെ ഇപ്പോഴുള്ള നമ്മുടെ സൗകര്യം പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് ആകെ 16,000 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഏകദേശം ഇരട്ടി വരുന്നൊരു പുതിയ കെട്ടിടമാണ് നിർമ്മിച്ചത്. വേറൊരു 7 കോടി രൂപയുടെ പദ്ധതിക്ക് വേണ്ടി കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആശുപത്രിയിലുള്ള നമ്മുടെ മോർച്ചറി, പെരിന്തൽമണ്ണ ഒരു ജില്ലാ ആശുപത്രിയാണ്. ചുറ്റുഭാഗത്തുള്ള എല്ലാ ആക്സിഡൻറ്റ് മരണങ്ങളും അവിടെയായിരിക്കും സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വരിക. അപ്പോൾ പലപ്പോഴും മഴക്കാലങ്ങളിലൊക്കെ 2-3 ബോഡികളൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് വരുമ്പോൾ വളരെ പ്രയാസപ്പെട്ട മഴ കൊണ്ടുകൊണ്ട് ആ ചെളിയിലായിരുന്നു അവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത്. അത് ഒരു വ്യത്യാസം വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നല്ലൊരു മോർച്ചറി അവിടെ ഉണ്ടാക്കി 3 ബോഡികൾ ഒരേ സമയം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു മോർച്ചറിയാണ്. മേലാറ്റൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടം, ഏലംകുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം, ഹോമിയോ ഡിസ്പെൻസറി, പെയിൻ ആൻഡ് പാലിയേറ്റീവിന് വാഹന സൗകര്യം, പെരിന്തൽമണ്ണയിലും സമീപ പ്രദേശങ്ങളിലുമായി 20,000-ലധികം തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടി പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ESI ആശുപത്രി സ്ഥാപിച്ചു. മണ്ഡലത്തിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തെ മുന്നിൽ കണ്ട് 100 കോടി രൂപ ചെലവഴിച്ച് 81 കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കി. സമൃദ്ധമായ തൂതപ്പുഴയിലെ ജലസ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് ആലിപ്പറമ്പ്, താഴേക്കോട് പഞ്ചായത്തുകളിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി കൂറ്റൻ ജലസംഭരണിയും പമ്പ് ഹൗസും തൂതയിൽ സ്ഥാപിച്ചുകൊണ്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ബൃഹത് പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നത് 5 വർഷത്തെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. രൂക്ഷമായ കുടിവെള്ളക്ഷാമമായിരുന്നു പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളും. എല്ലാ പഞ്ചായത്തുകളും 6 പഞ്ചായത്തുകൾക്കും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾക്കുള്ള സമഗ്രമായ കുടിവെള്ള പദ്ധതികൾ ആരംഭിച്ചു. പല സ്ഥലങ്ങളിലും അത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ന്യൂനപക്ഷ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളും ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതികൾ ഞങ്ങൾ ആരംഭിച്ചു. അതിലേറ്റവും വലിയ പ്രധാനപ്പെട്ടതാണ് ആലിപ്പറമ്പിനെയും അതുപോലെ തന്നെ താഴെക്കോട് ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന 85 കോടി രൂപയോളം ചെലവ് വരുന്ന സമഗ്ര കുടിവെള്ള പദ്ധതി. പെരിന്തൽമണ്ണ അർബൻ കുടിവെള്ള പദ്ധതി, പുലാമന്തൂൾ പഞ്ചായത്ത് കുടിവെള്ള പദ്ധതി, ആലിപ്പറമ്പ് ശുദ്ധജല പദ്ധതി, വെട്ടത്തൂരിലും ഏലംകുളത്തും ശുദ്ധജല പദ്ധതി, മേലാറ്റൂരിൽ ജലനിധി പദ്ധതി തുടങ്ങിയ പദ്ധതികളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒരു പഞ്ചായത്ത് എന്ന നിലക്ക്, ഒരു ആലിപ്പറമ്പുകാരൻ എന്ന നിലക്ക് ഈ ഭാഗത്ത് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, കുടിവെള്ള പദ്ധതി, ഒരു ബൃഹത് കുടിവെള്ള പദ്ധതി 85 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നു. പെരിന്തൽമണ്ണ നഗരത്തെയും സമീപ പഞ്ചായത്തുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വള്ളുവനാട് വികസന അതോറിറ്റി രൂപീകരിക്കുകയും വികസന പ്രവർത്തനങ്ങൾ ആധുനിക കാഴ്ചപ്പാടോടെ നടപ്പിലാക്കുകയും ചെയ്യുന്നു. മലബാറിലെ ഊട്ടി എന്നറിയപ്പെടുന്ന കൊടികുത്തിമലയുടെ സൗന്ദര്യവൽക്കരണം ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ സഹായത്തോടെ 6.5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മികച്ച റോഡും കൂടാതെ വനഭൂമിയിലൂടെ 1.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിനായി അലിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 67 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് കൊടികുത്തിമലയെ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റി. ഏകദേശം ഒരു 10-10.5 കോടി രൂപയുടെ ചെലവിലാണ് കൊടികുത്തിമല ടൂറിസം നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ മാത്രമല്ല, മലപ്പുറം ജില്ലയിലും തൊട്ടടുത്ത ജില്ലകളിലും എല്ലാമുള്ള ടൂറിസ്റ്റുകൾ ആ പ്രദേശത്ത് വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ പ്രദേശത്തുകാർക്ക് അതുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ഗുണമുണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ അവിടെ ചെയ്യാൻ കഴിയും. അവർക്ക് കച്ചവടങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ടൂറിസ്റ്റുകൾ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല ബിസിനസ്സുകളൊക്കെ ചെയ്തുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾക്ക് അതൊരു വലിയ ആശ്വാസകരമാവുകയും ചെയ്യും. ഇവിടെ ഇക്കോ ടൂറിസം പദ്ധതിക്കായി 3 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ഇതോടെ നിരവധി വിനോദസഞ്ചാരികൾ കൊടികുത്തിമലയിലേക്ക് എത്തിത്തുടങ്ങി. കൊടികുത്തിമല കാണാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ നല്ല വികസനം കാര്യങ്ങളും നല്ലൊരു പ്രകൃതി ഉള്ള സ്ഥലം എന്ന നിലക്ക് കാണാനൊക്കെ, അങ്ങനെ ഇപ്പോൾ 3ാമത്തെ പ്രവാസിയാണ്, ഈ ആഴ്ചയിൽ 3ാമത്തെ പ്രവാസിയാണ് ഇവിടെ വരുന്നത്. നല്ല കാലാവസ്ഥകൾ, ഇവിടുത്തെ ജനങ്ങളൊക്കെ നല്ല സ്വഭാവം കാര്യങ്ങൾ. പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ഇരുവശങ്ങളിലും സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 5 മണിക്കാറ്റ് എന്ന നാമകരണം ചെയ്ത പദ്ധതി നടപ്പാക്കുന്നതിന് സാധിച്ചു. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും ടൈൽസ് വിരിച്ചും നടപ്പാതയുടെ സൈഡുകൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഒരു ഭാഗത്ത് സൈക്കിൾ ട്രാക്കും ഒരുക്കി സായാഹ്ന സവാരിക്കാർക്ക് പ്രയോജനപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി 3 കോടി രൂപ ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കൃഷിക്കും ജലസേചനത്തിനുമായി 6 കോടിയോളം രൂപയുടെ പദ്ധതികൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നടപ്പാക്കി. ധാരാളം കൃഷിക്കാരുണ്ട്.
അവരുടെ ആവശ്യങ്ങൾ നിരവധിയായിരുന്നു. രാമഞ്ചാടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പൂർണ്ണതയിലെത്തിക്കുക, അതുപോലെ തന്നെ കട്ടുപ്പാറ തടയണ പദ്ധതി, നാട്ടുകളിലുള്ള കുറേയധികം കുളങ്ങൾ പിന്നെ നന്നാക്കുക, അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന തോടിൻ്റെ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഒരു 5.5 കോടി രൂപ നമ്മളിപ്പം അടുത്ത കാലത്ത് പാസ്സാക്കി. അപ്പോൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം ഫണ്ടുകൾ പിന്നെ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമ്മുടെ മണ്ഡലത്തിൽ നമുക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ സത്യാവസ്ഥ. അതുമാത്രമല്ല, ജൈവകൃഷി നമ്മുടെ മണ്ഡലത്തിലുള്ള പല ആൾക്കാരും ഇന്ന് കൃഷി ചെയ്യുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും കൃഷി വകുപ്പ് മുഖേന ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ മണ്ഡലം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമുക്കൊരു പ്രോത്സാഹന സമ്മാനം, ജൈവകൃഷിയിലൊരു പ്രോത്സാഹന സമ്മാനം പെരിന്തൽമണ്ണ മണ്ഡലത്തിന് ലഭിച്ചിട്ടുണ്ട്. ധാരാളം ആൾക്കാർ ആലിപ്പറമ്പ് പഞ്ചായത്തിലും താഴക്കോട് ഗ്രാമപഞ്ചായത്തിലും പുലാമന്തോളും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കൃഷി കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി കഴിവിൻ്റെ പരമാവധി സഹായിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. മേലാറ്റൂർ പുളിയന്തോടിന് കുറുകെ ട്രാക്ടർ കം ബ്രിഡ്ജ്, താഴേക്കോട് പള്ളിത്തടം നീർത്തട നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം കാർഷിക മേഖലയ്ക്ക് ഉണർവേകി. ഈ പുളിയന്തോടിന് 2 സൈഡുകളിലായിട്ട് ധാരാളം കാർഷിക വൃത്തികൾ നടത്തുന്ന ഒരു പ്രദേശമാണ്. വാഴയായാലും നെല്ലായാലും കഴുങ്ങായാലും ഇതുപോലെയുള്ള കാർഷിക വിഭവങ്ങൾ ഈ പുളിയന്തോടിൻ്റെ 2 സൈഡിലും ധാരാളമായിട്ട് നടക്കുമ്പോൾ അവിടേക്ക് ആവശ്യമായ വാഹന സൗകര്യം 2 ഭാഗത്തേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കിഴക്കുംപാടത്ത് ചിറക്കൽ ഇങ്ങനെ ഒരു ട്രാക്ടർ ബ്രിഡ്ജ് അനുവദിച്ച് തന്നിട്ടുള്ളത്. ആനമങ്ങാട് മുതൽ മണലായ വരെ തോടുകളുടെ സംരക്ഷണത്തിനായി RKV പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണികൾ ആരംഭിച്ചു. 12.50 കോടി രൂപ ചെലവിൽ കട്ടുപ്പാറയിൽ തൂതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച തടയണ പുലാമന്തോൾ, ഏലംകുളം പഞ്ചായത്തുകൾക്ക് ജലസേചനത്തിന് പ്രയോജനമായി. ഇതോടെ ഈ പ്രദേശങ്ങളിലെ കൃഷിക്കാർക്ക് പുത്തൻ ഉണർവ് പകർന്നു നൽകി. പെരിന്തൽമണ്ണ സർക്കാർ ഓഫീസുകൾക്ക് കോടിക്കണക്കിന് രൂപ അനുവദിച്ചുകൊണ്ട് പഴയ കെട്ടിടങ്ങളെല്ലാം പുതുക്കി പണിതു. ശിഥിലമായി കിടന്ന കോടതികളെ ഏകോപിപ്പിച്ച് പുതിയ കോടതി സമുച്ചയം പണിതു. കുറേയധികം കോർട്ടുകളെ പിന്നെ ഒരുമിച്ച് നമുക്ക് ആ കെട്ടിടത്തിൽ ഉൾക്കൊള്ളാൻ കഴിയും. അത് പെരിന്തൽമണ്ണ ഒരു താലൂക്ക് എന്നുള്ള നിലയിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ആ കോർട്ട് കോംപ്ലക്സ് കൊണ്ട് ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ. അവിടെ വലിയ രീതിയിലുള്ള ട്രാഫിക് പ്രോബ്ലം ഉണ്ടാവും. ആ ട്രാഫിക് പ്രോബ്ലം പരിഹരിക്കാൻ ഈ കോർട്ട് കോംപ്ലക്സ് കഴിയുന്നതാണ്. മറ്റുള്ള പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ട് കൃത്യമായിട്ടൊരു പാർക്കിംഗ് സൗകര്യത്തോടു കൂടി പുതിയ കോംപ്ലക്സ് വരുമ്പോൾ ആ പ്രദേശം പോലീസ് സ്റ്റേഷൻ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് പാർക്കിങ്ങിന് വലിയ സൗകര്യം ഉണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. PWD കോംപ്ലക്സിനും സബ് രജിസ്ട്രാർ ഓഫീസിനും മറ്റു സർക്കാർ കെട്ടിടങ്ങൾക്കും പുതുമ കൂട്ടാനായതും വികസന ജാഗ്രതയുടെ പ്രതിബിംബങ്ങളാണ്. അവശ്യ വിഭാഗത്തിനായി ഒട്ടേറെ തുക അലിയുടെ പ്രത്യേക താൽപര്യത്തിൽ നീക്കിവച്ചു. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ചമ്പ്രം പള്ളിയാൽ, താഴേക്കോട് പഞ്ചായത്തിലെ പാണമ്പി കോളനി തുടങ്ങിയവയുടെ വികസനത്തിനായി 1 കോടി രൂപ വീതം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പരമാവധി പേർക്ക് സഹായം എത്തിക്കാനും മഞ്ഞളാംകുഴി അലിയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. അവിടെ ജീവിത സൗകര്യങ്ങൾ ഉയർത്താൻ വേണ്ടി റോഡുകൾ, അതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങൾ, പല സൗകര്യങ്ങളും 2 കോളനികളിൽ ഓരോ കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമുക്കുണ്ടായിട്ടുണ്ട്. 2-3 കോളനികൾ കൂടി പേര് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം നമുക്ക് പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അംബേദ്കർ ആശ്വാസ കേന്ദ്രത്തിന് മുകളിൽ ഒരു ഓഡിറ്റോറിയവും, അതുപോലെ തന്നെ തിരുത്തൽ കണ്ടത്തിലൊരു കിണർ കുഴിച്ചിട്ട് ശ്മശാനത്തിൽ ടാങ്ക് നിർമ്മിച്ചുകൊണ്ട് 59 വീടുകൾക്കും കുടിവെള്ള പദ്ധതി കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ വീടുകളിലും ടാപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞു. ന്യൂനപക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലന കേന്ദ്രം പെരിന്തൽമണ്ണയിൽ തുടങ്ങി. ഇതോടെ നിരവധി പേർക്ക് അതിന്റെ ഗുണം ലഭിച്ചു വരുന്നു. സാധാരണ നമ്മൾ പുറത്ത് ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു 10,000 ഒരു വിദ്യാർത്ഥിക്ക് 10,000 നമുക്ക് അതിന് ഫീസ് കൊടുക്കണം. ഇവിടെ എല്ലാം സൗജന്യമായിട്ട് വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ട് വരുന്നുണ്ട്. വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരമായി 110 kV സബ്സ്റ്റേഷൻ നിർമ്മാണം ആരംഭിച്ചു. വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി 69ലധികം ട്രാൻസ്ഫോമറുകൾ മണ്ഡലത്തിൽ സ്ഥാപിച്ചു. മണ്ഡലത്തിന്റെ ഏതു കാര്യങ്ങളിലും അതീവ ശ്രദ്ധ ചെലുത്തുന്ന മഞ്ഞളാംകുഴി അലി ജനങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം നൽകിക്കഴിഞ്ഞു എന്നതാണ് ഈ ജനപ്രതിനിധിയുടെ പൊൻതൂവൽ. 2 തവണ നടത്തിയ സ്നേഹസംഗമം യാത്രയിൽ
ചെറുതും വലുതുമായ അനേകം വികസനങ്ങളാണ് ജനങ്ങളുമായി സംവദിച്ച് മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. ഇനി എന്താണ് വേണ്ടതെന്ന ചോദ്യവുമായി ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഈ ജനപ്രതിനിധി നാടിനാകെ മാതൃകയാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും വികസനശില്പി നടത്തിയ നേട്ടങ്ങൾ നേരിട്ട് കാണാൻ കഴിയുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും കാണാനും സംവദിക്കാനും കഴിയുന്ന ഈ ജനപ്രതിനിധിക്ക് മണ്ഡലത്തിന്റെ ഓരോ കോണുകളും സുപരിചിതമാണ്. കഴിഞ്ഞ 5 വർഷം വികസനത്തിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് പെരിന്തൽമണ്ണയുടെ തിളക്കം. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും സ്വസിദ്ധമായ ചിരിയോടെ നിറസാന്നിധ്യമായി കടന്നുവരുന്ന ഈ ജനപ്രതിനിധിയെ നെഞ്ചിലേറ്റിയ ഒരു ജനതയെയാണ് പെരിന്തൽമണ്ണയിൽ ഇന്ന് കാണാൻ കഴിയുന്നത്. പ്രതിഭാശാലിയായ ഈ ജനപ്രതിനിധിയുടെ ദീർഘവീക്ഷണമാണ് നാളേക്കായി പടുത്തുയർത്തിയ പദ്ധതികൾ. അക്കാരണത്താൽ തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമല്ല, വികസനത്തിന്റെ നല്ല രാഷ്ട്രീയമാണ് മണ്ഡലം ചർച്ച ചെയ്യുന്നത്. കക്ഷി രാഷ്ട്രീയമല്ല, ഇന്നലകളിൽ തുടങ്ങിവച്ച നാളെകളിൽ പൂർത്തിയാക്കേണ്ടതും പുതുതായി തുടങ്ങേണ്ടതുമായ പദ്ധതികളാണ് നാടെങ്ങും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്നും എപ്പോഴും വിജയം നാടിനൊപ്പമാണ്. വികസനത്തിന്റെ ഈ വിജയശില്പി നമുക്കൊപ്പവും.